ജസ്റ്റ് നമ്മുടെ ഫോണിലെ ഗൂഗിൾ സെർച്ച് എടുത്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കീവേഡ് ആണ് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ. ലിസ്റ്റ് ഓഫ് ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ കീവേഡ് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ലിസ്റ്റ് ഓഫ് ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് 0.44 സെക്കൻഡ്, അതായത് അര സെക്കൻഡ് പോലും എടുത്തിട്ടില്ല നമ്മുടെ ഗൂഗിൾ മാതാവ് 1,72,000 റിസൾട്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ലൈവായിട്ട്. ആ സെർച്ച് റിസൾട്ടിൽ നോക്കിയാൽ അറിയാം, എല്ലാം ബ്ലാക്ക് കളറിലാണെങ്കിൽ ചില ഭാഗത്ത് ഒരു വയലറ്റ് അല്ലെ ബ്ലൂ ഷെയ്ഡിലേക്കുള്ള കുറച്ച് ലെറ്റർ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് QCIN.org. ആ ലിങ്ക് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ QCI എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ അതിന്റെ അഡ്രസ് ബാറിൽ കൊടുത്തിട്ടുണ്ട് QCIN.org എന്ന് അഡ്രസ് ബാറിൽ കൊടുത്തിട്ടുണ്ട്. ഈ QCI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമർ സാർ കാണുന്നുണ്ട് അല്ലെ? ഓക്കെ, ഫോണിലാണ് കാണുന്നത്. ഓക്കെ, ആ QCIന്റെ പൂർണ്ണ രൂപം അതിന്റെ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. QCI അതിന്റെ പൂർണ്ണ രൂപം അതാണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വെബ്സൈറ്റില് അതിന്റെ സെക്ഷൻ 3 ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 3 നിങ്ങൾക്ക് കാണാം. അതില് നമ്മുടെ ആക്ച്വലി ആയുഷ് ഡിപ്പാർട്ട്മെന്റ് 2 ടൈപ്പ് അംഗീകാരങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഒന്നാണ് ആയുഷ് പ്രീമിയം മാർക്ക്, 2 ആയുഷ് സ്റ്റാൻഡേർഡ് മാർക്ക്. ഇതിൽ ആയുഷ് പ്രീമിയം മാർക്ക് ബേസ് ചെയ്യുന്നത് കാണാമോ? ആയുഷ് പ്രീമിയം മാർക്ക് എന്തിനാണ് ബേസ് ചെയ്യുന്നത് കണ്ടോ? WHO ഗൈഡ് ലൈൻസ്, അതായത് ലോക ആരോഗ്യ സംഘടന അനുശാസിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ തൊട്ട് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അനക്ഷർ ബി, അനക്ഷ് ബി. അതില് പെർമിസിബിൾ ലെവൽ ഓഫ് കണ്ടാമിനൻസ്. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഇടയിൽ കയറുന്നു. ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന പല വ്യക്തികൾക്കും നിങ്ങളുടെ ഫോണിലുള്ള ഈ ഒരു കാര്യം കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയുടെ ഉൽപ്പന്നങ്ങളുള്ള ബിലീഫ് കൂട്ടിയെടുക്കാൻ പറ്റും. ഒരു ലീഡറെ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കച്ചവടം നടത്താൻ സഹായിക്കുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഡെപ്തിൽ കാണിക്കുന്നത്. അതില് പെർമിസിബിൾ ലെവൽ ഓഫ് കണ്ടാമിനൻസ് ഫോർ ആയുഷ് പ്രീമിയം മാർക്ക് എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് അനക്ഷർ ബിയില്. അതിന്റെ നേരെ വലതുവശത്ത് ഒരു PDF ഉണ്ട്. നിങ്ങൾ ആ PDF ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക്, ഇപ്പൊ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്റെ ഇടതുവശത്ത് താഴെയായിട്ട് ആ PDF ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിലേക്ക് അത് ക്ലിക്ക് ചെയ്താൽ ഫോണിൽ ഡൗൺലോഡ് ആവും. ആ PDF ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡിനനുസരിച്ച് ആ പേജ് ഡൗൺലോഡ് ആവും. ആ ഡൗൺലോഡിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അനക്ഷർ ബി ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാം. ഓക്കെ, ഇതിൽ കണ്ടോ പെർമിസിബിൾ ലെവൽ ഓഫ് കണ്ടാമിനൻസ് ഫോർ ആയുഷ് പ്രീമിയം മാർക്ക്. അതായത് പെർമിസിബിൾ എന്ന വാക്കിന്റെ അർത്ഥം അനുവദനീയമായ അളവുകൾ. നമുക്കറിയാം, ഇപ്പൊ നിങ്ങളൊന്ന് ഇത് കാണുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെയൊക്കെ വീട്ടില് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പങ്കെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിലെ അടുക്കളയിൽ പല്ലിയോ പാറ്റയോ ഒക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടോ, സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരൊന്നും പറയുന്നില്ല. ഉണ്ടാവാം അല്ലെ? ഉണ്ട് അല്ലെ? നമ്മൾ ആരും വ്യാവസായിക അടിസ്ഥാനത്തിലല്ല ഇതൊന്നും ഉത്പാദിപ്പിക്കുന്നത്. വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കുള്ള രീതിയിൽ ഉണ്ടാക്കുമ്പോഴും ചെറിയ രീതിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ പോലും ഇത്തരം ജീവികളുടെ ക്ഷുദ്രജീവികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, വാണിജ്യ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ പെരിച്ചായി ഉണ്ടാവുന്ന പറയാം അല്ലെ? അതാണ് സാഹചര്യം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങള് അതില് ഹെവി മെറ്റൽസ്, അതായത് കീടനാശിനികളിലൂടെയൊക്കെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഹെവി മെറ്റൽസിന്റെ അംശം എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ ഉൽപ്പന്നങ്ങള് അതിന്റെ പെർമിസിബിൾ ലെവലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ സീരിയൽ ഹെവി മെറ്റൽസിൽ സീരിയൽ നമ്പർ 1 ലെഡ് കൊടുത്തിട്ടുണ്ട്. ലെഡ്, ആ ലെഡിന്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ppm. ppm എന്ന വാക്കിന്റെ അർത്ഥം പാർട്സ് പെർ മില്യൺ എന്നാണ്. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ദശലക്ഷം. അതായത് 10 ലക്ഷത്തിൽ 10 അംശം ഇത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 11 അംശം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ സർട്ടിഫിക്കേഷൻ ഇൻവാലിഡ് ആണ്.
ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇത് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പെർമിസിബിൾ ലിമിറ്റ്. ഇനി അതിൽ കാഡ്മിയം ആയിക്കോട്ടെ, ആർസെനിക് ആയിക്കോട്ടെ, മെർക്കുറി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുർവേദ, നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഓർഡർ പ്രകാരമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ചെക്കിംഗ് നടക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇനി അതിന് താഴെ അഫ്ലാടോക്സിൻസ് എന്നുള്ള ഒരു സെക്കൻഡ് പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണാം. ഇത് നമുക്കറിയാലോ, ഭക്ഷണം രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ആകുമ്പോൾ ചീത്തയാവും, അല്ലെങ്കിൽ നാളത്തേക്ക് അത് ചീത്തയാവും, കേടാവുന്നുണ്ട്. അതിന് കാരണം അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ആണ്. ഈ ബാക്ടീരിയൽ ഗ്രോത്തിന്റെ പാരാമീറ്റേഴ്സ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. B1 നിങ്ങൾ കാണുന്നുണ്ട് സ്ക്രീനിൽ, B1 G1 എന്നൊക്കെ പറയും. അതിൽ ആ B1 പാരാമീറ്ററിന്റെ പെർമിസിബിൾ ലിമിറ്റ് ഒന്ന് നോക്കുക. PPB നേരത്തെ കണ്ടത് PPM, ഇത് പാർട്സ് പെർ ബില്യൺ ആണ്. അതായത് 100 മില്യൺ ആണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയധികം സേഫായ മറ്റ് ആയുർവേദ ഉൽപ്പന്നം ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയധികം സേഫായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ വെബ്സൈറ്റിന് താഴേക്ക് എടുത്തു കഴിഞ്ഞാല് ഇതുണ്ടോ, നമ്മുടെ ലിസ്റ്റ് ഓഫ് സർട്ടിഫൈഡ് ആയുഷ് ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് എന്നുള്ള ഒരു ടാബില് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട് സർട്ടിഫൈഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പറ്റുന്നുണ്ടാവും വലതുവശത്ത്. ഇതിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി, അതായത് നമ്മുടെ മൈലേജ് മാർക്കറ്റിംഗിന് വേണ്ടി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന 2 കമ്പനികളാണുള്ളത്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽ, 2 സൂര്യ ഹെർബൽ. ഇതിൽ മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽസിന്റെ നിങ്ങൾ സ്ക്രീനിലേക്ക് വലത്തോട് നോക്കിയാൽ അറിയാം, ടോട്ടൽ 35 പ്രൊഡക്ട്സിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് വെബ്സൈറ്റിലാണെന്ന് ആലോചിക്കണേ. ഇവിടെ ഫോർ ലിസ്റ്റ് ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. മുൾട്ടാനിയുടെ നേരെ ഇതാ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു PDF നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡഡ് ആവും. അതില് മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽസ്, ചില ആൾക്കാർ ചോദിക്കും ഇത് എവിടെ ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നത് ഹരിദ്വാർ, അതായത് ഉത്തരാഖണ്ഡ് ബേസ്ഡ് ആണ്. പിന്നെ നമ്മുടെ അനക്ഷർ 1 കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റിന്റെ പേര്, സിറപ്പുകളിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റിന്റെ പേര് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പൊ കാണിച്ച കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെയിൽ എടുക്കാൻ ഒരു ലീഡറുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് പറഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ വെൽനസ് പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരിൽ ഒരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത കാര്യമാണ് ഇപ്പൊ നിങ്ങളുടെ